ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 12 മുതലുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. 12 മുതൽ അതിന്റെ മതി. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. ആദ്യം അവൻ സ്നേഹിച്ചെന്നെ, ആദിയുഗങ്ങൾക്കു മുന്നേ. ആദ്യം അവൻ സ്നേഹിച്ചെന്നെ, ആദിയുഗങ്ങൾക്കു മുന്നേ. ആകയാൽ തന്നെ സ്നേഹിച്ചു ഞാനും സന്തോഷ സമ്പൂർണനായി. ആകയാൽ തന്നെ സ്നേഹിച്ചു ഞാനും സന്തോഷ സമ്പൂർണനായി. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. മറ്റാരും തേടി വന്നില്ല, മറ്റാരും ജീവൻ തന്നില്ല, മറ്റാരും തേടി വന്നില്ല, മറ്റാരും ജീവൻ തന്നില്ല. ഉറ്റ സുഹൃത്തായി ഊഴിയിലിന്നൻ യേശു ഒരാൾ മാത്രമാ. ഉറ്റ സുഹൃത്തായി ഊഴി
ഒന്നൻ യേശു ഒരാൾ മാത്രമാം. സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം എന്നെ, സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. സ്നേഹിച്ചു ദൈവം തൻ പുത്രനെയും നൽകി ബലിയാകുവാൻ. ദൈവത്തിന് സ്തോത്രം. മറ്റാരും തേടി വന്നില്ല, മറ്റാരും ജീവൻ നൽകിയില്ല. നമ്മളെ തേടി വന്ന് നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ നൽകി വീണ്ടെടുത്തൊരു കർത്താവ്. ആ കർത്താവിന്റെ മുമ്പാകെയാണ് നമ്മളായിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ദൈവമില്ലാത്തവരായിട്ട്, ദൈവകൃപ അനുഭവിക്കാതെ, രക്ഷ എന്തെന്നറിയാതെ, ദൈവം ആരാണെന്നറിയാതെ പാപത്തിൻ്റെതായിരിക്കുന്ന അന്ധകാരത്തിൽ ജീവിച്ചവരാണ് നാം ഓരോരുത്തരും. നിത്യമായിട്ടുള്ള ശാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരാണ് നമ്മൾ. നിത്യതയിൽ നിന്ന് നിത്യതയിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് എന്താണ്? നിത്യതയിൽ തുടങ്ങി. ഞാൻ രാവിലെ നിങ്ങളോട് സംസാരിച്ചു, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ തുടങ്ങി. നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നു. അതിനിടയിൽ, നമ്മുടെ നിത്യതയുടെ ഇടയിൽ ഒരു ചെറിയ കണ്ണിക, ഒരു ചെറിയ ടൈം, ഒരു ചെറിയ സമയം ദൈവം അടർത്തിയെടുത്ത് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള സാവകാശം നൽകി. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഈ ചെറിയ കണിക, ഈ ചെറിയ നിത്യതയിൽ നിന്നും നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ ഒരു ചെറിയ കണികയായിരിക്കുന്ന 50, 60, 70 അല്ലെങ്കിൽ 100 വയസ്സ്, ഒരു ചെറിയ ടൈം പീരീഡ് ആണ് ദൈവത്തിന് മുമ്പാകെ. നിത്യതയിൽ ഒരു ചെറിയ ടൈം പീരീഡ്. ഇത് ദൈവം നമുക്ക് നൽകി എന്തിനാണെന്ന് അറിയാമോ? നാം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള സന്ദർഭമാണിത്. 2 സ്ഥലങ്ങളിൽ നമുക്ക് പോകാനുണ്ട്. ഒന്ന്, നിത്യമായിട്ടുള്ള സൗഭാഗ്യത്തിലേക്ക്, കർത്താവ് വസിക്കുന്ന ഇടമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക്. അല്ലെങ്കിൽ പിശാചും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക്. ഇതിലേക്ക് എവിടേക്ക് പോകാനാണ് എന്നുള്ള തീരുമാനമെടുക്കുന്ന ഒരു ചെറിയ സമയമാണ് നമ്മുടെ ആയുഷ്കാലം. അതുകൊണ്ട് ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. മരണത്തിന് മുമ്പേ നാം എന്ത് ചെയ്യണം? നാം ചെയ്തു തീർക്കേണ്ട ഒരു വലിയ പ്രക്രിയയാണ് രക്ഷ സ്വായത്തമാക്കുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടെന്ന് അറിയാമോ? എല്ലാ കാര്യങ്ങൾക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ പകരം വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ആഹാരം ഇഷ്ടമല്ല എങ്കിൽ പകരത്തിന് ആഹാരമുണ്ട്. നമുക്കൊരു ഡ്രസ്സ് നല്ലതല്ല എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സ് ഉണ്ട്. നമുക്കൊരു വാഹനം ഇഷ്ടമില്ല എങ്കിൽ നമുക്കൊരു വേറെ വാഹനം വാങ്ങാം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ പകരം വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോകത്തിലുണ്ട്. ഒരു വീട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെ വീട് നമുക്ക് താമസിക്കാൻ സാധിക്കും. ലോകത്തെ എല്ലാം പകരം വയ്ക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പകരം വയ്ക്കാൻ ഒക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നാം തന്നെ അനുഭവിച്ചു തീർന്നേ മതിയാകുകയുള്ളൂ. വേറെ ആരെയും ഏൽപ്പിക്കാൻ കൊണ്ട് ഒക്കത്തില്ല. പകരമായിട്ടൊരു കാര്യവുമില്ല. അതിലൊന്നാണ് നമ്മുടെ ജനനം. നാം എവിടെ എപ്പോൾ ജീവിക്കണമെന്നുള്ളത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റിവെക്കാനൊക്കുന്ന കാര്യമല്ല, പകരം വയ്ക്കാനൊക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതം, ഇപ്പോൾ നാം ആയിരിക്കുന്ന ജീവിതത്തിന്റെ രീതികൾ, അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ വേറൊരാളിനെ ഏൽപ്പിക്കാൻ സാധ്യമല്ല. മൂന്നാമത്തെ കാര്യം നമ്മുടെ രക്ഷയാണ്. നാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ രക്ഷ പ്രാപിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്നത് അവനവൻ ചെയ്യേണ്ട കാര്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പകരം വയ്ക്കുവാൻ ആരും ഇല്ല, വേറെ ആരെയും ഏൽപ്പിക്കാൻ സാധ്യമല്ല. നാലാമത്തെ കാര്യം മരണം. പകരം വയ്ക്കാനൊക്കത്തില്ല.
അത് വന്ന് വിളിക്കുമ്പോൾ നാം പോയേ മതിയാകുള്ളൂ. അല്ല, എനിക്കിപ്പോ സമയമില്ല, എനിക്ക് മാറി ഞാൻ ഇന്ന ആളിനെ വിടാമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. പകരം വയ്ക്കാൻ ഒക്കാത്ത കാര്യമാണ് മരണം. അഞ്ചാമത്തെ കാര്യം ന്യായവിധി. ന്യായവിധിയും പകരം വയ്ക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ മുമ്പാകെ നാം നിൽക്കേണ്ടതായി വരും. ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പാകെ എല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത്, നാം അറിയപ്പെടേണ്ടതുപോലെ ദൈവത്തെ അറിയുവാൻ, അറിയേണ്ടതുപോലെ അറിയാൻ, അവനെ പേരിലല്ല അറിയേണ്ടത്, അവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യാസമയം നാം വായിച്ചു കേട്ട വേദഭാഗം ആ ഒരു കാര്യമാണ് നമ്മളെ അറിയിക്കുന്നത്. ഒരു വിശ്വാസി കർത്താവിനെ എങ്ങനെയാണ് അറിയേണ്ടത്? ഒരു വിശ്വാസി കർത്താവിനെ എങ്ങനെയാണ് അറിയേണ്ടത്? രണ്ട് തരത്തിലുള്ള അറിവുണ്ട്. ഒന്ന് കേട്ടറിവ്. ഇന്ന് ലോകത്തിൽ ഒരുപാട് ആൾക്കാർക്ക് കർത്താവിനെ കുറിച്ചുള്ള കേട്ടറിവുണ്ട്. എന്താണ് കേട്ടറിവ്? അവൻ നല്ലൊരു ഗുരുവാണ്, അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, അവൻ ക്രിസ്തീയ മാർഗത്തിന്റെ സ്ഥാപകനാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ മറ്റു പല മതസ്ഥർക്കും കേട്ടറിവുണ്ട് ദൈവത്തെക്കുറിച്ച്. പല ക്രിസ്ത്യാനികൾക്കും കേട്ടറിവേ ഉള്ളൂ. കേട്ടറിയുക, ആ അറിവുകൊണ്ട് കാര്യമില്ല. ഗാന്ധിജിക്ക് കേട്ടറിവുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് കേട്ടറിവുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവൻ നല്ലവനാനുള്ള കേട്ടറിവുകൊണ്ട് കാര്യമില്ല. അവൻ പാപികൾക്ക് വേണ്ടി ഭരിച്ചു എന്നുള്ള കേട്ടറിവുണ്ട്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ദൈവദാസന്മാരായിരിക്കുന്നവർ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കർത്താവ് നല്ലവനാണെന്ന് പറഞ്ഞ്, കൊള്ളാം, കർത്താവ് നല്ലതാണ്, നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നോണ്ട് കാര്യമില്ല. ഇന്ന് സന്ധ്യാസമയം ഞാൻ പറയുന്ന ഈ വേദഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് അവനെ അനുഭവിച്ചറിയുന്നെങ്കിൽ അതാണ് അറിവ്. അനുഭവിച്ചറിയുക, അതാണ് യഥാർത്ഥ അറിവ്. എന്നുവെച്ചാൽ അടുത്ത് അറിയുക. കേട്ടറിവ് പൂർണ്ണമാകുകയില്ല. അപൂർണമായിട്ടുള്ളതാണ് കേട്ടറിവ്. ദൈവത്തെക്കുറിച്ച് പലപ്പോഴും അപൂർണമായിരിക്കുന്ന, പൂർണ്ണമല്ലാതിരിക്കുന്ന കേട്ടറിവുകളാണ് പലർക്കും ഉള്ളത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവനാൽ സ്നേഹിക്കപ്പെടുന്നവർക്ക് എന്ത് അറിവായിരിക്കണം ഉണ്ടാകേണ്ടത്? അനുഭവ അറിവ് ഉണ്ടാകണം, അടുത്തറിവ്. ഒരു ഭാര്യ ഭർത്താവിനെ അടുത്തറിയുന്നത് പോലെ, ഒരു ഭർത്താവ് ഭാര്യയെ അടുത്തറിയുന്നത് പോലെ വ്യക്തിപരമായി വ്യക്തമായിട്ടും ഉള്ള അറിവാണ്. ഇത് ഒരിക്കലും വൺ വേ ട്രാഫിക് അല്ല. എന്താണ്? പലർക്കും കർത്താവിനെ അറിയാം, പക്ഷെ കർത്താവിന് ഇവരെ അറിയത്തില്ല. നാം ഒരുപാട് ഉദാഹരണങ്ങൾ വായിക്കുന്നുണ്ട്. 10 കന്യകമാരുടെ കൂട്ടത്തിൽ അവരെല്ലാവരും ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരാണ്? അവരെല്ലാവരും മണവാളിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. 10 പേരും കന്യകമാരാണ്. 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു, പക്ഷെ എണ്ണയില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. 5 പേർ മണിയറയിലേക്ക് പ്രവേശിച്ചു. 5 പേരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം, ഞാൻ നിങ്ങളുടെ മണവാളനാണെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ട്, ഞാൻ നല്ലവനാണെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരുപാട് അറിവുകളുണ്ട്. അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയെന്നും നമ്മുടെ രക്ഷകനെന്നും അവൻ നമുക്ക് സഹായകനാണെന്നും അവനാണ് യഥാർത്ഥ ജീവിക്കുന്ന ദൈവം എന്നൊക്കെയുള്ള അറിവ് നമുക്കുണ്ട്. ഇത് കേട്ടറിവായി പോരാ. കേട്ടറിവ് കൊണ്ട് കാര്യമില്ല, അടുത്തറിയണം. വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് നാം അറിയേണ്ടത് ആവശ്യമാണ്.
ഇന്ന് സന്ധ്യാസമയം ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയാം? യേശുക്രിസ്തു നിങ്ങളെ അറിയാം? അത് ഉറപ്പുവരുത്തുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയപരമായിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പാട്ടുപാടിയതുകൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല, പ്രസംഗിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല. ഈ പുൽപ്പിറ്റിൽ നിന്നും നരകത്തിലേക്ക് വഴിയുണ്ട്. ഈ ചർച്ചിന്റെ വാതിൽ നിന്നും നരകത്തിലേക്ക് വഴിയുണ്ട്, മറന്നു പോകരുത്. എന്താണ് വേണ്ടുന്നത്? അവനെ പേഴ്സണലായിട്ട് അറിയുന്ന പേഴ്സണൽ നോളജ് അബൌട്ട് ക്രൈസ്റ്റ്, വ്യക്തിപരമായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അവൻ നല്ലവനാണെന്നുള്ള അറിവ് മാത്രം പോരാ, അവൻ രക്ഷകനാണെന്നുള്ള അറിവ് മാത്രം പോരാ, എന്റെ ജീവിതത്തിൽ അവൻ ആരാണെന്നുള്ള വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എനിക്ക് നരേന്ദ്രമോദിയെ അറിയാം, നരേന്ദ്രമോദി എനിക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് നരേന്ദ്രമോദി ചോദിക്കുക, പത്തനാപുരത്ത് തോമസ് എബ്രഹാം എന്നുള്ള ഉദ്ദേശമുണ്ട്, അറിയാമോ എന്ന് ചോദിച്ചാൽ ആ എന്നേ പറയത്തുള്ളൂ. ഇതാണ് അറിവിന്റെ വ്യത്യാസം. ഞാൻ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അദ്ദേഹം എന്നെ അറിയണം. അവിടെയാണ് ആ അറിവിന് ബന്ധമുള്ളത്. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ അറിയുന്നുണ്ടോ? വൺ വേ ട്രാഫിക് ആണോ നമ്മുടെ അറിവ്? കൈവിടപ്പെട്ടു പോകരുത്. പാട്ടുപാടിയിട്ട് നരകത്തിൽ പോകരുത്. പ്രസംഗം കേട്ടിട്ട് നരകത്തിൽ പോകരുത്. ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് നരകത്തിൽ പോകരുത്. എന്താണ് വേണ്ടുന്നത്? വ്യക്തമായിരിക്കുന്ന പേഴ്സണൽ കോൺഫ്രണ്ടേഷൻ, വ്യക്തമായിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും കേട്ടറിവുണ്ട്, എന്നാൽ പലർക്കും അനുഭവ അറിവ് ഇല്ല. കേട്ടറിയുന്ന പലർക്കും അനുഭവ അറിവില്ലെന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. അടുത്തറിയുന്ന അറിവാണ് പൂർണ്ണമായിട്ടുള്ളത്. കേട്ടറിവ് നമ്മളെ എന്തിലേക്ക് നയിക്കണം? കേട്ടറിവ് നമ്മളെ അനുഭവ അറിവിലേക്ക് നയിക്കണം. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയുടെ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ശമരിയ സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? അവൾക്ക് കർത്താവിനെ കുറിച്ചുള്ള അറിവ് അവിടെ പല നിലകളിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ വേദഭാഗം ഒന്ന് എടുക്കാൻ, നിങ്ങൾക്ക് ഒരു അറിവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വേദഭാഗം എടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ യേശുവിനെ കുറിച്ചുള്ള അവളുടെ അറിവ്. നിങ്ങൾക്ക് സംഭാഷണം അറിയാം. കർത്താവ് ശബരിയിൽ കൂടി കടന്നു പോകുന്നു. അവിടെ വെള്ളം കോരാൻ വരുന്ന ഒരു സ്ത്രീയോട് കർത്താവ് വെള്ളം ചോദിക്കുന്നു. ആ സംഭാഷണമാണ് 4-ാം അധ്യായം. അപ്പോൾ ഈ സ്ത്രീക്ക് ആ സംസാരിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ള അറിവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ അറിവ് എന്താണെന്ന് അറിയാമോ? അതിന്റെ 9-ാമത്തെ വാക്യം. നീ യൂതനായിരിക്കെ. അപ്പൊ ഒന്നാമത്തെ അറിവ് എന്താണ്? ഈ സ്ത്രീക്ക് ആ സംസാരിക്കുന്ന ആൾ ആരാണ്? ഒരു യൂതനാണ്, ഒരു യഹൂദനാണ്. അതേ അറിയുന്നുള്ളൂ. സംസാരിക്കുന്ന ആളിനെ പറ്റി അതിൽ കൂടെ അവർക്ക് അറിയുന്നില്ല. ആ സമയത്ത് സംഭാഷണ ഇടയ്ക്ക് ഒരറിവ് കിട്ടി. എന്താണ്? അവനൊരു യഹൂദനാണെന്നുള്ള അറിവ്. എന്നാൽ സംഭാഷണം ഇങ്ങനെ നീണ്ടു പോയപ്പോൾ അവളുടെ അറിവ് വേറൊരു നിലയിലേക്ക് എത്തിച്ചേർന്നു. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ആണ്ടവരെ, യജമാനനെ, ആണ്ടവരെ നോക്കിയ യഹൂദൻ എന്നുള്ള ആ അറിവിൽ നിന്നും അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് പോയി? ആണ്ടവരെ അല്ലെങ്കിൽ യജമാനനെ എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, അതിനുശേഷം താഴോട്ട് സംഭാഷണം നടക്കുകയാണ്.
അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വേറെ അറിവ് അവൾക്കുണ്ടാകുകയാണ്. ആ, നീ ദീർഘദർശിയെന്ന് ഞാൻ നീ പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നോക്കിയേ, അവളുടെ അറിവിന്റെ വ്യത്യാസം നോക്കിയേ. ആദ്യം ഈ സംസാരിക്കുന്ന കർത്താവ് ആരായിരുന്നു? അവൾക്കൊരു യഹൂദനായിരുന്നു. പിന്നീട് ഒരു യജമാനനായി മാറി. പിന്നീട് ആരായി മാറി? ഒരു പ്രവാചകനായി മാറി, ദീർഘദർശിയായി മാറി. അതുകൊണ്ടും തീർന്നില്ല. അവളുടെ അറിവ് കർത്താവിനെ അറിയുന്നതോറും വർദ്ധിച്ചു വന്ന് അവൾ പറയുകയാണ്, അതിന്റെ 25-ാമത്തെ വാക്യം. ആ, അവൾ പറയുകയാണ്, നീ മശിഹ ക്രിസ്തു വരുമെന്ന് ഞാൻ അറിയുന്നു. എവിടെ തുടങ്ങിയത്? കർത്താവിനെ അറിയുന്നതിന്റെ തുടക്കം എവിടെയാണ്? നീ ഒരു യഹൂദനാണെന്ന് പറഞ്ഞാൽ തുടങ്ങി, കളിയാക്കി തുടങ്ങിയതാ. പിന്നീട് മാറി മാറി വ്യക്തമായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന അനുഭവം. നീ ആരാണ്? നീ ഒരു യഹൂദനാണെന്ന് പറയുകയാണ്. ഇവിടെ എന്ത് ചെയ്തെന്നറിയാമോ? ഈ സ്ത്രീ ഈ ഒരു അറിവുണ്ടായപ്പോൾ തന്നോട് സംസാരിക്കുന്ന ഈ സ്ത്രീ ആ സംസാരിക്കുന്ന ആളിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു അറിവ് കിട്ടിയപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? അതിന്റെ 28-ാമത്തെ വാക്യം. മതി, നോക്കിയേ, കർത്താവുമായിട്ടുള്ള സംഭാഷണം നടന്നു. അവൻ ആരാണെന്ന് മനസ്സിലായി. അവൻ ക്രിസ്തുവാണെന്ന് മനസ്സിലായപ്പോൾ അവൾ ചെയ്തൊരു കാര്യമുണ്ട്. അവൾ കുടം വെച്ചിട്ട് പോയി, അല്ലേ? എന്തിനാ കുടം കൊണ്ട് വന്നേ? വെള്ളം കോരാനെ കൊണ്ടാ വന്നേ. എന്തൊരു മാറ്റം! വെള്ളം കോരാൻ കുടം കൊണ്ടുമായിട്ട് വന്ന ആ സ്ത്രീ അവസാനം ഒരു കുടം വെള്ളം കൊണ്ടല്ല പോയത്, അവൾ കിണറുമായിട്ടങ്ങ് പോയി. മനസ്സിലായോ? സമൃദ്ധിയായിരിക്കുന്ന വെള്ളമുള്ള കിണർ അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഒരു കുടം വെള്ളം കൊണ്ട് മാത്രം എന്ത് കാര്യം? ഒരു കുടം വെള്ളമാണോ കിണറാണോ നല്ലത്? അവൾക്ക് കിണർ കിട്ടി. ആ ഒരു അറിവ് അവൾക്കുണ്ടായി. ഇതായിരിക്കണം നമ്മൾക്ക്. നാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവന്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാവുമ്പോൾ, നമുക്ക് ഒരു കുടം വെള്ളം അല്ല ആവശ്യമായിട്ട്, നമുക്ക് അതിന്റെ അല്ല പ്രാധാന്യം. അവൻ സർവശക്തനായിരിക്കും, ദൈവമായിരിക്കുന്ന യഹോവയായ കർത്താവ് നമ്മുടെ രക്ഷകനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അവനെ ജീവിതത്തിൽ അല്പസ്വല്പം കാര്യങ്ങൾ കർത്താവ് കൊടുക്കുന്നത് കൊണ്ടും കിണറ്റിൽ നിന്നും കിട്ടുന്നത് കൊണ്ടും മാത്രം തൃപ്തിപ്പെടാതെ കിണറുമായിട്ട് നീ പിന്നെ ജീവിച്ചോണം. അതാണ് നിന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന കാര്യം. ഈ സ്ത്രീ എന്ത് ചെയ്തു? പട്ടണത്തിൽ എന്ന് പറഞ്ഞു. പട്ടണത്തിലുള്ള ആൾക്കാരല്ലേ ഇളകിയിട്ട് അവര് ആ പട്ടണത്തിൽ നിന്ന് പറയുകയാണെന്ന്, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ആൾക്കാരെല്ലാം ഓടിക്കൂടി. എന്നിട്ട് ആ കൂടിയ ആൾക്കാർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അതിന്റെ 40-ാമത്തെ വാക്യം. 40-ാമത്തെ വാക്യം വായിച്ചു. മതി. 41-ഉം 42-ഉം വായിച്ചേ. ആ ആ മനസ്സിലായി. മതി. നോക്കിയേ, അവിടെ സ്ത്രീ എന്ന് അവരോട് പറഞ്ഞു. കേട്ടവർ പിന്നെ പറയുന്നത് എന്താണ്? നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളിത് അനുഭവിച്ചറിഞ്ഞു. അവൻ ആരായിട്ട്? അവൻ മശിഹയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അല്ല, നീ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, സത്യത്തിൽ ഇവള് പറഞ്ഞാണ് അവരറിയുന്നത്, അല്ലേ? അവര് ശബരിയിൽ ചെന്ന ആ സ്ത്രീ പറഞ്ഞിട്ടാണ് അവർ അറിയുന്നത് ക്രിസ്തുവിനെ കുറിച്ച്. എങ്കിലും ശബരിയക്കാര് പറയുകയാണ്, ഇനി നിന്റെ വാക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ അറിഞ്ഞു, അവൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ കർത്താവിന്റെ സ്തോത്രം. അവൻ ആരാണ്? അവൻ മശിഹയാണ്, അവൻ രക്ഷകനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു നമുക്കുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള അറിവ്.
വ്യക്തിപരമായിട്ടുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാഗികമായിട്ടുള്ള അറിവല്ല നമുക്ക് വേണ്ടുന്നത്. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകത്തിലെ 2 തരത്തിലുള്ള അറിവ് ഉണ്ടത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ 2 വ്യക്തികളുടെ അറിവുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 12-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മോശ യഹോവയോട് പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ? മോശ കർത്തരെ നോക്കി പറഞ്ഞ കാര്യം. അപ്പൊ കർത്തരെ നോക്കി മോശ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ആ ആ ആ ആ ആ ഞാൻ നിന്നെ പേർ ചൊല്ലി അറിഞ്ഞിരിക്കുന്നു. മലയാളത്തിൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നെന്ന. അപ്പോ മോശയുടെ അറിവ് എന്താ അറിവാണ്? ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ദൈവമേ, യഹോവേ, എനിക്ക് നിന്നെ അറിയാം. എങ്ങനെയാണ് അറിയുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ഞാനത് നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എത്ര വലിയ സാക്ഷ്യം! ഞാൻ നിന്നെ കേട്ടറിഞ്ഞെന്നോ നിന്റെ അത്ഭുത പ്രവൃത്തിയിൽ കൂടി ഞാൻ അറിഞ്ഞെന്നോ ഒന്നുള്ളതല്ല. മറിച്ച് അവൻ പറയുകയാണ്, നിന്നെ ഞാൻ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് മോശ പറയുകയാണ്, മോശ പറയുകയാണ് അതിന്റെ 13-ാമത്തെ വാക്യം, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച തമിഴിൽ. നിന്റെ വഴിയെ നിന്റെ വഴിയെ എന്നെ അറിയിക്കണം. മോശയ്ക്ക് വഴിയായിരുന്നു. മോശയ്ക്ക് എന്ത് മതി? മോശയ്ക്ക് വഴിയായിരുന്നു ആവശ്യമായിരുന്നത്. ഒരു വേദഭാഗം സങ്കീർത്തനം നമുക്ക് വായിക്കാൻ പോവുകയാണ്. 103-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മതി. അവർ തങ്ങളുടെ വഴിയെ ആർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു? മോശയ്ക്ക്. മോശയ്ക്ക് അവരുടെ വഴിയെയും ജനത്തിന് എന്താ കൊടുത്തത്? അവരുടെ ക്രിയ, പ്രവൃത്തി. ജനത്തിന് പ്രവൃത്തിയും ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ പ്രവൃത്തിയും. മോശയ്ക്ക് എന്താണ്? ദൈവത്തിന്റെ വഴി. The act of God and the mind of God. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു പ്രാധാന്യം. എന്നാൽ മോശയ്ക്ക് പ്രവൃത്തിയല്ല പ്രാധാന്യം. മോശയ്ക്ക് വഴിയാണ്. വഴി എന്ന് പറഞ്ഞാൽ മൈൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മനസ്സിനെ അറിയാൻ ആഗ്രഹിച്ചതാണ് ആര്? കർത്താവേ, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. എനിക്ക് നീ പ്രവർത്തി ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല, പക്ഷെ നിന്നെ ഞാൻ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് എന്നെ കാണിക്കണം. ഇന്ന് രാത്രികാലത്ത് സംസാരിക്കും. നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി മതി. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നാം എന്ത് ചെയ്തവരാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നാം തൃപ്തരാകുകയാണ്. ഇസ്രായേൽ മക്കൾ മുഴുവനും പ്രവൃത്തിയിൽ ആഗ്രഹിച്ചവരാണ്. മിസ്രൈം മുതൽ മരുഭൂമി എല്ലായിടവും ദൈവത്തിന്റെ പ്രവൃത്തി അവർ കണ്ടവരാണ്. മിസ്രൈമിൽ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള പ്രവൃത്തി കണ്ടു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി മിസ്രൈമിൽ അവർ കണ്ടവരാണ്. 10 ബാധ അവർ കണ്ടവരാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കാര്യം അവർ മിസ്രൈമിൽ കണ്ടതാണ്. പ്രവൃത്തി കണ്ടു. ചെങ്കടൽ വിഭജിച്ച പ്രവൃത്തി അവർ കണ്ടവരാണ്. മരുഭൂമിയിൽ വന്നു. എന്താണ് അവർ കണ്ടത്? അവർക്കെല്ലാം കാണുവാൻ നോക്കിയേ. പകൽ സമയത്ത് മേഘസ്തംഭം, വെയിൽ തട്ടാതിരിപ്പാൻ സൂര്യന്റെ ചൂടടിച്ച് അവർ തളർന്നു പോകാതെ, അവർ ക്ഷീണിതരായി പോകാതെ ഒരു മേഘത്തിൻ കീഴിൽ ദൈവം അവരെ നടത്തി. ദൈവത്തിന്റെ പ്രവൃത്തി.
രാത്രിയിൽ കൂരിട്ടിൽ നിന്നും അവരെ രക്ഷിപ്പാൻ അവരെ അഗ്നിസ്തംഭം. പിന്നീടോ സംഭവിച്ചെന്താണ്? പാറയിൽ നിന്നും വെള്ളം. എല്ലാം അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത്രമാത്രം ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട ഒരു ജനം ലോകത്തിൽ വേറെയില്ല. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിയും, അതും എല്ലാം സൗജന്യം. സൗജന്യമായി ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടത് ജനമാണ് ഇസ്രായേൽ ജനം. ഞാൻ പറയാറുണ്ട്, പകൽ സമയത്ത് സൗജന്യമായിരിക്കുന്ന AC റൂം അല്ലെ, AC റൂം സൗജന്യം. രാത്രിയിലെ അടിപൊളി ലൈറ്റ്, ഇലക്ട്രിസിറ്റി ഫ്രീ, ഇലക്ട്രിസിറ്റി ലൈറ്റ് ഫ്രീ, വാട്ടർ സപ്ലൈ ഫ്രീ, പാറയിൽ നിന്നും വെള്ളം ഫ്രീ ആണ്, ഫുഡ് മന്ന ഫ്രീ, വീടിന്റെ മുന്നേ വീണ് കിടക്കുകയാണ് പുത്തൻപാലരി പോലെ, ഫ്രീ. അപ്പൊ ഈ വെജിറ്റബിൾ ഫുഡ് തിന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെജിറ്റബിൾ മാത്രം പോരാ, എന്ത് വേണം? നോൺ വെജിറ്റേറിയൻ കൂടി വേണം. കൊടുത്തു, ഫ്രീ. കാടപ്പക്ഷികൾ അല്ലേ, ഫ്രീ അല്ലേ? പിന്നെന്തുവാ? നോക്കിയേ, ഫ്രീ മെഡിക്കൽ കെയറും ഉണ്ടായിരുന്നു അവർക്ക്. എന്താ ഫ്രീ മെഡിക്കൽ? പാമ്പ് കടി ഏൽക്കുന്നവൻ നോക്കിയാൽ മാത്രം മതി, സൗഖ്യം ലഭിക്കും. ഫ്രീ മെഡിക്കൽ. അത് മാത്രമാണോ? 40 ആണ്ട് ഇവൻ ഈ മരുഭൂമിയിൽ കൂടി നടന്നിട്ട് അവന്റെ ചെരുപ്പ് തേഞ്ഞു പോയില്ലെന്താ? എന്തോ ഒരു ചെരുപ്പാത്, എന്തോ ഒരു ബ്രാൻഡാന്ന് എനിക്കറിയത്തില്ല. 40 വർഷം മരുഭൂമിയിൽ കൂടി ചവിട്ടിക്കൊണ്ട് നടന്നിട്ട് അവന്റെ ചെരുപ്പ് തേഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. അവന്റെ ഷർട്ട്, അവന്റെ വസ്ത്രങ്ങളൊന്നും മുഷിഞ്ഞു പോയില്ല, ഫ്രീ. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്രവൃത്തി വളരെ വ്യക്തമായി കണ്ടതാണ്. ഫ്രീ ആയിട്ടെല്ലാം അവർ ആഗ്രഹിച്ചു, ആഗ്രഹിച്ചിട്ടെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. പക്ഷേ 2 എണ്ണം ഒഴികെ ആരും വാഗ്ദത്തം നാട്ടിൽ പ്രവേശിച്ചില്ല. ഇന്ന് സന്ധ്യാസമയം നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവജനത്തിന് എന്താ മതി എന്നറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടാൽ മാത്രം മതി. കർത്താവേ എന്നെ സൗഖ്യമാക്കണം. സൗഖ്യമാക്കിയില്ലെങ്കിൽ നമുക്ക് വിശ്വാസം കുറഞ്ഞു. സൗഖ്യമാക്കിയാൽ വളരെ സന്തോഷം. സാക്ഷി പറഞ്ഞു, മകളെ കെട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ സാക്ഷി പറയും. നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വന്നു, പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം നൽകി. അതേ വ്യക്തിക്ക് ഒരു മൂക്ക പനി വന്നാൽ ദൈവം സൗഖ്യമാക്കിയില്ലെങ്കിൽ ദൈവത്തോട് പിറുപിറുക്കും. നേരത്തെ സൗഖ്യമാക്കിയതാ, ഹാർട്ട് അറ്റാക്ക് സൗഖ്യമാക്കി. പക്ഷേ ഒരു ചെറിയ പനി വന്നപ്പോൾ ദൈവം സൗഖ്യം കൊടുത്തില്ല. എന്ത് ചെയ്തു? വിശ്വാസം പോയി. ഇതാണ് പ്രവൃത്തിയുടെ വ്യത്യാസം. ദൈവമക്കൾ ദൈവത്തിന്റെ പ്രവൃത്തിയിലല്ല പ്രാധാന്യം കാണേണ്ടത്. ദൈവം പ്രവർത്തിച്ചോളൂ, ദൈവം നിങ്ങൾക്ക് സഹായമൊക്കെ ചെയ്തു, ദൈവത്തിന്റെ പ്രവൃത്തി അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. എന്നാൽ മോശ പറയുകയാണ്, കർത്താവേ എനിക്ക് എന്താണ് അറിയേണ്ടത്? നിന്റെ മനസ്സെനിക്കറിയണം, നിന്റെ വഴി എനിക്കറിയണം, നിന്റെ വഴി ഞാൻ അറിഞ്ഞാൽ എനിക്കെല്ലാമായി. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ മനസ്സിനെ നാം അറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടാൽ സന്തോഷമാണ്, അത്ഭുതം കണ്ടാൽ നമുക്ക് സന്തോഷമാണ്, തുള്ളിച്ചാടും. ഇസ്രായേൽ ജനം അതാ ചെയ്തത്. അവര് എന്താണ്, ചെങ്കടൽ കടന്ന് തുള്ളിച്ചാടി. എന്നാൽ മാറയിൽ വന്നപ്പോൾ അല്പം വെള്ളത്തിന് കയ്പുണ്ടായപ്പോൾ സംസാരം അങ്ങ് മാറി, അല്ലേ? പാട്ടൊക്കെ അങ്ങ് മാറി. ജനത്തിന്റെ ഇടയിൽ അതാണ് സംഭവിച്ചത്. അവര് തുള്ളിച്ചാടിയതാണ്, മിദ്യാൻ നൃത്തം ചെയ്തതാണ്, ജനത്തെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോയത് എല്ലാവരും കണ്ടതാണ്, യഹോവയെ പാടി മഹത്വപ്പെടുത്തിയതാണ്. എന്നാൽ വെറും 3 ദിവസം കഴിഞ്ഞപ്പോൾ, ചെങ്കുടൽ കടന്ന് വെറും 3 ദിവസം കഴിഞ്ഞപ്പോൾ മാറയിൽ വന്നപ്പോൾ അവര് നേതാക്കന്മാർക്കെതിരെ പിറുപിറുത്തു. ജനത്തിന് പ്രവർത്തി കണ്ടാൽ മതി. എന്നാൽ മോശ പറയാണ്, കർത്താവേ എനിക്കെന്താണ്? നിന്റെ പ്രവൃത്തിയല്ല, നിന്റെ വഴി
എനിക്ക് കാണിച്ചു തരണം. പ്രവൃത്തി എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ വഴി മുന്നിലുള്ള കാര്യമാണ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നാളെ എന്തെന്റെ ജീവിതത്തിൽ സംഭവിക്കും കർത്താവേ, അതാണ് എനിക്ക് പ്രാധാന്യമായിട്ടുള്ളത്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. ഇന്നലെ നീ എനിക്ക് സഹായരായിരുന്നു, ഇന്നലെ എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഇന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ എന്ത് നടക്കുമെന്ന് ഞാൻ അറിയുന്നില്ല, അതെന്നെ അറിയിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് നാം അറിയേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുന്നവനെ, അതിന്റെ പ്രവൃത്തികളെ മാത്രം കാണുന്നവനെ ദൈവത്തിന്റെ വഴികളെ കാണുവാൻ അവന് താല്പര്യം ഉണ്ടാകില്ല. ഇവിടെ മോശ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്നോട് കൃപയുണ്ടാവാൻ തക്കോണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്നോർക്കണമേ. അതിനവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ചത്. ദൈവം പറയാണ്, നീ ആവശ്യപ്പെട്ടതാണ് ശരിയായിട്ടുള്ളത്, നീ ആവശ്യപ്പെട്ടതാണ് യഥാർത്ഥമായിട്ടുള്ള ആവശ്യപ്പെടൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും എന്ന് പറഞ്ഞിട്ട് ദൈവം ആ ഉറപ്പ് കൊടുത്തിട്ട് മോശ പറയുകയാണ്. എന്തേ മോശ അവനോട് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 15-ാമത്തെ വാക്യം. മോശ പറയുകയാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകല്ലേ? അങ്ങോട്ട് കൊണ്ടുപോവുകയേ ചെയ്യരുത്. പ്രവൃത്തി കണ്ട് അവിടെ വരെ എത്താനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മോശ പറയാണ്, കനാൻ ദേശം നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ദേശമാണ്. എന്നാൽ നീ അവിടെ ഇല്ല എങ്കിൽ, ദൈവത്തിന് സ്തോത്രം, മോശ പറയുകയാണ്, കനാൻ ദേശത്ത് നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ അവിടെ പാലുണ്ടെങ്കിൽ എന്താ, അവിടെ തേനുണ്ടെങ്കിൽ എന്താ, അത് ഞങ്ങൾക്ക് വേണ്ട, എനിക്കത് വേണ്ട, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. കാരണം നീ ഇല്ലാത്ത നന്മ എനിക്ക് ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. നീ ഇല്ലാത്ത നന്മ എനിക്ക് ആവശ്യമില്ല. ദൈവത്തിന്റെ മനസ്സിനെ കണ്ടവനാണ് മോശ. ദൈവം അവന് വഴികളെ കാണിച്ചു കൊടുത്തു. സങ്കീർത്തനങ്ങളിൽ ദാവീദ് പറയുകയാണ്, 24 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്, യഹോവേ നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ. 143-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. നടക്കേണ്ടുന്ന വഴിയുണ്ട്, നടക്കുന്ന വഴിയുമുണ്ട്. ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, നാം നടക്കുന്ന വഴിയല്ല തിരഞ്ഞെടുക്കേണ്ടത്. പലരും അവരുടെ നടക്കുന്ന വഴികളുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നടക്കേണ്ടുന്ന വഴിയും നടക്കുന്ന വഴിയും രണ്ടും രണ്ടാ. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നടന്നിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് നന്മ ചോദിക്കും, ദൈവം തരികയില്ല. എന്റെ വഴിയിലല്ല നീ നടക്കുന്നതിന്റെ കർത്താവ് പറയും. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നും നന്മകളും കൃപകളും ദൈവിക സാന്നിധ്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നടക്കേണ്ടുന്ന വഴിയിൽ പോകണം. വഴി അറിയാതെ അലഞ്ഞു തിരികുകയാണ് നാം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വഴിയിൽ നടക്കുകയാണ്. ആ വഴിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അത് നാശത്തിലേക്ക് പോകുന്ന വഴിയാണ്, വിശാലമായ വഴിയാണ്. ലോകത്തിന്റെ വിശാലമായ വഴിയിൽ കൂടി നാശത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അതാണ് നമ്മുടെ വഴി. എന്നാൽ നടക്കേണ്ടുന്ന വഴിയുണ്ട്, അതാണ് ദൈവത്തിന്റെ വഴി. അതറിഞ്ഞ് നടക്കുന്നവനാണ് ഭാഗ്യവനായിരിക്കുന്നത്. ദൈവം അറിഞ്ഞ വഴിയാണ് നടക്കേണ്ടുന്ന വഴി. യഹോവ ദൈവമെന്ന് അറിഞ്ഞ് ജീവിക്കുന്നതാണ്, അവൻ നമ്മെ സൃഷ്ടിച്ചു എന്നറിയുന്നതാണ് ദൈവത്തിന്റെ വഴി. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്ന അറിവാണ് ദൈവത്തിന്റെ വഴി. ഞാൻ ആരെ വിശ്വസിക്കുന്നു, അവൻ എന്റെ ഉപസ്ഥിതി അന്ത്യത്തോളം കൽപ്പാൻ അവൻ ശക്തൻ എന്ന് പറയുന്നതാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവ്.
ഈ അറിവ് നമുക്കുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള അറിവ് നമുക്കുണ്ടോ? സങ്കീർത്തനം 34 നമ്മൾ വായിക്കുന്നത് എന്താണ്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ആ അറിവ് നമുക്കുണ്ടോ? രുചിച്ചറിയണം, വായിലിട്ടൊന്ന് നോക്കണം. അല്പം നുള്ളിയെടുത്ത് വായിലിട്ട് നോക്കുന്നതാണ് അറിവ്. ആ അറിവിന് മാത്രമേ പ്രത്യേകതയുള്ളൂ. പഞ്ചസാര മധുരമാണെന്ന് എത്ര ഇരുന്ന് പറഞ്ഞാലും അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധ്യമല്ല. പഞ്ചസാര മധുരമുള്ളതാണെന്ന് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മധുരമാകുകയില്ല. മറിച്ച് ഞാൻ വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ ഒരു നുള്ളെടുത്ത് വായിലിട്ട് നോക്കുമ്പോൾ അറിയാം അത് ഇന്നും മാത്രം മധുരമുള്ളതാണെന്ന്. ഇത് തന്നെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. കർത്താവിനെ രുചിച്ചറിയണം, അവനെ വ്യക്തിപരമായിട്ട് അറിയണം എന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. എന്നാൽ ഒരു പീസ് അവനെ എടുത്ത്, കർത്താവിനെ എടുത്ത് നമ്മുടെ ഉള്ളിലാക്കുമ്പോഴാണ് ഇവൻ എത്രമാത്രം മനോഹരനാണോ, ഇവൻ എത്രമാത്രം ശ്രേഷ്ഠനാണോ, ഇവൻ എത്രമാത്രം രുചികരമായ ഒരുവനാണോ എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധ്യമാകുള്ളൂ. നിങ്ങൾ കർത്താവിനെ അനുഭവിച്ചറിയുന്നുണ്ടോ? അതോ കേട്ടറിവ് മാത്രമേ ഉള്ളൂ? അവന്റെ വഴികളാണോ നിങ്ങൾക്ക് പ്രാധാന്യമായിരിക്കുന്നത്, അതോ അവന്റെ പ്രവൃത്തികളാണോ നിങ്ങൾക്ക് പ്രാധാന്യമായിരിക്കുന്നത്? പ്രവൃത്തി കണ്ടവരാരും നിത്യതയിലേക്ക് പോയില്ല. ദൈവം പ്രവൃത്തി ചെയ്യുന്നവനാണ്. അവന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചാക്കിയിരിക്കിയാൽ ദൈവം എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യും. എന്നാൽ വഴി ദൈവത്തിന്റെ മക്കൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയെയാണ് അഭ്യസിപ്പിക്കേണ്ടത്. നമ്മുടെ മക്കൾ എന്താണ്? നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? വഴി പഠിപ്പിക്കണം. അല്ലാതെ അവരെ പ്രവൃത്തിയല്ല പഠിപ്പിക്കേണ്ടത്. ദൈവം മുമ്പാകെ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം പഠിപ്പിക്കണം. അത് നാം അറിയുന്നതൊക്കെ കാര്യമാണ്. നമുക്കൊരു അറിവുണ്ടാകണം. എന്താണ് അറിവ്? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമെന്നും ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. ആ അറിവ് നിങ്ങൾക്കുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോളട്ടെ. പല ക്രിസ്ത്യാനികൾ കൊട്ടേഷനിലാണ്. പല ക്രിസ്ത്യാനികളുടെയും ശരീരം ദൈവത്തിന് വസിക്കാൻ കൊള്ളാവുന്നതേ അല്ല. ദൈവം ഒരു കാലഘട്ടത്തിൽ ഒരു ശരീരത്തിൽ വസിച്ചു. 2024 വർഷത്തിന് മുമ്പ് അവൻ ഒരു ശരീരത്തിൽ വസിച്ചു. ആ ശരീരം അവൻ വിട്ടിട്ട് പോയി. അന്ന് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വീണ്ടും, അതായത് കർത്താവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കുറഞ്ഞൊന്നു കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും, പിന്നെ കുറഞ്ഞൊന്നും നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ നിങ്ങൾ എന്നെ കാണും. എന്താണ് അതിന്റെ അർത്ഥം? കുറഞ്ഞൊന്നും നിങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ കാണുകയില്ല, പിന്നെ കുറഞ്ഞൊന്നും കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും. അതിന്റെ അർത്ഥം എന്താ? കർത്താവ് പറഞ്ഞ, ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നു. എങ്ങനെയാണ് കാണുന്നത്? ശരീരമുള്ളവനായിട്ട് ഇപ്പോൾ കാണുന്നു. എന്നാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയില്ല. ഈ ശരീരത്തിൽ ഞാൻ മാറും. എന്നിട്ട് കർത്താവ് പറയുന്നത്, പിന്നെ വീണ്ടും നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലല്ലെന്നേ ഉള്ളൂ, വേറൊരു രൂപത്തിൽ നിങ്ങൾ എന്നെ കാണും. അതെങ്ങനെയാണ്? ഞാൻ അവനിലും അവൻ എന്നിലും, ഞാൻ അവനിലും അവൻ എന്നിലും, എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. ഞാൻ അവനിലും അവൻ എന്നിലും ജീവിക്കുന്നു എന്ന് അവൻ എനിക്ക് തന്ന ആത്മാവിനാൽ ഞാൻ അറിയുന്നു. അന്ന് ഒരു ശരീരം മാത്രം കർത്താവിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോടാനുകോടി ശരീരത്തിലാണ് കർത്താവ് വസിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ അവൻ വസിക്കുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ആരെയും കുറ്റം പിരിക്കുന്നില്ല. നിങ്ങളിൽ എത്ര പേരുടെ ശരീരത്തിൽ ദൈവം തന്റെ ആത്മാവിനാൽ വസിക്കാൻ യോഗ്യതയുണ്ട്? നമ്മളിൽ പലരും എന്താണ്? പാപപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് മാത്രം മാറി, ദൈവത്തിന് മുമ്പാകെ തെറ്റുകാരും കുറ്റക്കാരുമായി മാറി, ഈ ശരീരത്തെ ഇഞ്ചിഞ്ച തകർത്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കിക്കൊണ്ട് മറ്റ് സിഗരറ്റിനും ബീഡിക്കും അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൽ
പരിശുദ്ധനായിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ വസിക്കും? വസിക്കയില്ല. അതുകൊണ്ടാണ് കർത്താവ്, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, എന്റെ ആത്മാവുള്ളവൻ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വകയാണെന്ന് വല്ല തോന്നൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു തോന്നൽ ഉണ്ടാകണത്, എന്റെ ശരീരത്തിൽ, എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ? പാട്ടുപാടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാട്ട് പാടുന്നതല്ല പ്രാധാന്യം. ദൈവം വസിക്കുന്നുണ്ടോ? എന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ദൈവത്തിന് വസിക്കുന്നതിന് തടസ്സമാണെങ്കിൽ അത് മാറ്റിക്കളഞ്ഞേക്കണം. രണ്ട് കൈയുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് കൈയില്ലാത്തവരായി സ്വർഗത്തിൽ പോകാൻ. നിന്റെ കണ്ണ് ദൈവത്തിന് വസിക്കുന്നതിന് തടസ്സമാണെന്നെങ്കിൽ അതിനെ ചൂങ്ങിയെടുത്ത് കളയുക. കണ്ണില്ലാത്തവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വർഗരാജ്യത്തിൽ പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എനിക്ക് പലരെയും അറിയാം, പലരെയും എനിക്കറിയാം. എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെയും, ബൈബിൾ സ്കൂൾ മദ്രാസിലല്ല, ഞാൻ പഠിച്ച ബീഡിക്ക് പോയി പഠിച്ച സന്ദർഭങ്ങളിൽ എൻ്റെ ചങ്ക് തകരുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ വരാന്തേക്കടെ നടന്നു വന്നിട്ട് സിഗരറ്റ് കളഞ്ഞിട്ട് എന്റെ ക്ലാസ്സിൽ കയറുന്നത് പഠിപ്പിക്കാൻ. സിഗരറ്റ് കളഞ്ഞിട്ടാ കയറുന്നത്. അവിടെ വരെ വലിച്ചോണ്ട് വരും വരാന്തേക്കടെ. ഞാൻ നോക്കിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ വസിക്കും? വസിക്കുകയില്ല. നല്ല അധ്യാപകനാണ്, വേദപഠിതാവാണ്, വേദപുസ്തകം പഠിച്ച് നരകത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫാണ്. അതിന്റെ 12ാമത്തെ വാക്യം മുതൽ 16ാമത്തെ വാക്യം വരെ ഒരു പാരഗ്രാഫ്. അവിടെ എന്താണ്? അവിടെ മോശ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്. ഇത് പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആ ഒരു ഉറപ്പ് മോശയ്ക്കുണ്ടായിരുന്നു. മോശ പറയുന്ന, കർത്താവേ, ജനം എങ്ങനെയൊക്കെ ആയിരുന്നാലും, ഈ ജനം ഏത് രീതിയിലായിരുന്നാലും എനിക്ക് വിഷയമില്ല. എന്നാൽ ഞാൻ എന്താണ്? നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, വ്യക്തിപരമായിട്ട് അറിഞ്ഞിരിക്കുന്നു. അവൻ ദൈവമോശമായിട്ട് ഒരു സ്നേഹിതന്മാരെ സംസാരിക്കുന്നത് പോലെ, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അതിൽ കൂടെ എന്ത് ഭാഗ്യം വേണം. ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ, കർത്താവേ, നീ പഴയ നിയമ കാലഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നീ സ്നേഹിതന്മാരെ പോലെ കണക്കാക്കിയിട്ടുള്ള അബ്രഹാമിന്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞു. എന്റെ ഹൃദയപ്രകാരമുള്ളവനാണ് ദാവീദെന്ന് പറഞ്ഞു. ഇതൊക്കെ സാക്ഷ്യം എന്തിനാ വേണ്ടുന്നത്? നീ മോശയോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു, അടുത്തു വരാൻ പറഞ്ഞു. അകലെ നിൽക്കേണ്ട അടുത്തു വരാൻ കൊണ്ട് ഒരു അവകാശം മോശ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറിയവർ ആരും തുടരുത്, ആ മലയുടെ അടിവാരത്തിൽ ആരും ഈ പർവ്വതം തുടരുത്, നിനക്ക് അവകാശമുണ്ട്. അത് മോശയ്ക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് ദൈവം തരാൻ അവകാശം ഉണ്ട്. അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട്, കർത്താവിന്റെ പ്രവൃത്തി കൊണ്ട് മാത്രം നമ്മൾ തൃപ്തരാകരുത്. മറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടാകേണ്ട ആവശ്യമാണ്. 2ാമത്തെ പാരഗ്രാഫിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് എന്താണ്? മോശ ദൈവത്തോട് സംസാരിച്ചു എന്നാ തുടങ്ങുന്നത്, അല്ലേ? മോശ ദൈവത്തോട് സംസാരിച്ചു. ഇനി 17ാമത്തെ വാക്യം വായിച്ച് ആരോട് സംസാരിക്കുക? അപ്പോൾ കർത്തർ മോശയോട് സംസാരിക്കുക. ആ ആ ആ ഞാൻ നിന്നെ പേർ ചൊല്ലി. അപ്പോൾ ആ അറിവാണ്, രണ്ടറിവാണ്. ഏതറിവാ? ഇവിടത്തെ അറിവ് ആരുടെ അറിവാണ്? യഹോവയുടെ അറിവ്, ദൈവത്തിന്റെ അറിവാണ്. ദൈവം മോശയെ നോക്കി പറയാണ്, മലയാളത്തിൽ ആ വാക്യം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. രണ്ടും ഒരേ പദമാണ്, ഒരേ പദം. 12ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ പദം മോശ ദൈവത്തെ കുറിച്ചുള്ള അറിവ് പറയുന്നത് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ദൈവം മോശയോട് പറയുന്നതും. മോശേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ. അപ്പോൾ മോശ പറയുകയാണ്, നിന്റെ തേജസ് എന്നെ കാണിക്കണം. നോക്കി, രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. നിന്റെ വഴി എന്നെ കാണിച്ചു തരണം.
നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണം. ഇവിടെ എങ്ങും നിന്റെ പ്രവൃത്തി എനിക്ക് കാണിച്ചു തരണമെന്ന് മോശ പറഞ്ഞിട്ടില്ല. വഴിയും തേജസ്സും കാണുന്ന ദൈവപൈതൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറും. ദൈവത്തിന്റെ തേജസ് കാണുന്നുണ്ടോ? അവന്റെ മഹത്വം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവന്റെ ഉന്നതമായിരിക്കും നില കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയുള്ളതാണ്? ആ ഒരു കാര്യം നമുക്കറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ നാം എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് അറിയുന്നത്? ഞാൻ പറഞ്ഞു, രണ്ടറിവാണ്. ദൈവം അറിയണം, നാമും അറിയണം. ഞാൻ വേദഭാഗം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവം വേദപുസ്തകത്തിലുണ്ട്. നമ്മുടെ കർത്താവിന്റെ അടുക്കൽ 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായ കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അവിടെ 2 അറിവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ സ്ത്രീ തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവൾ സൗഖ്യമായി, തന്നിൽ സൗഖ്യമായി എന്ന് അവൾ അറിഞ്ഞു. ആരറിഞ്ഞു? സ്ത്രീ അറിഞ്ഞു. സ്ത്രീയുടെ അറിവ് എന്തായിരുന്നു? എനിക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള അറിവ്. അടുത്ത വാക്യം എന്താ? തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ആരറിഞ്ഞു? കർത്താവ് പറഞ്ഞു. ഇതാണ് അറിവെന്ന് പറഞ്ഞാൽ. അറിവ് വൺ വേ ട്രാഫിക് അല്ല. നമ്മുടെ ജീവിതത്തിൽ എത്തണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഈ 2 അറിവും ഉണ്ടായിരിക്കണം. ഏതറിവ്? നാം ദൈവത്തെ അറിഞ്ഞു എന്നുള്ള അറിവ് മാത്രം പോരാ, ദൈവം നമ്മെ കൂടി അറിയണം. എങ്ങനെ അറിയണം? വിശേഷാൽ അറിയണം. ചുമ്മാതുള്ള അറിവല്ല. അവൻ നമ്മെ വിശേഷാൽ പ്രത്യേകതയുള്ളവരായിട്ട് നമ്മെ കാണണം, പ്രത്യേകതയുള്ളവരായിട്ട് നമ്മെ അറിയണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉള്ള അറിവ് പോരാ. എന്തെങ്കിലുമൊക്കെ ഉള്ള അറിവ് നമുക്ക് കർത്താവിനെ കുറിച്ച് പോരാ. നമുക്ക് കർത്താവിനെ വ്യക്തിപരമായും വ്യക്തമായിട്ടും അറിയണം. അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചേ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. മതി, മനസ്സിലായോ എന്താ വായിച്ചത്? അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതേപടി അനുസരിച്ചാൽ അവനെ നാം അറിയും. എന്നാൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണെന്ന. അവന്റെ കൽപ്പന എന്താ? നാം അവനെ അറിഞ്ഞു. അവന്റെ കൽപ്പന എന്തൊക്കെയാ? കൽപ്പന വേദോസ്തവത്തിലെല്ലാം ദൈവത്തിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ്. ഈ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നത് കള്ളനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അവനിൽ എന്തില്ല? സത്യം അവനിൽ ഇല്ല. ഇന്ന് പല ദൈവമക്കളും കള്ളം പറഞ്ഞാണ് ജീവിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കള്ളം പറയുകയാണ്. അത് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ പത്രോസ് അവനെ അറിഞ്ഞതാണ്. അവന്റെ കൂടെ നടന്ന് എല്ലാം അറിഞ്ഞതാണ്. എന്നാൽ എന്തു സംഭവിച്ചു? ഒരു സുപ്രഭാതം വന്നപ്പോൾ മോശ എന്താ പറഞ്ഞത്? ഞാൻ അവനെ അറിയുന്നില്ല. എത്ര വട്ടം പറഞ്ഞത്? 3 വട്ടം പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ലെന്ന്. അപ്പൊ മോശയുടെ അറിവ് എന്തായിരുന്നു? ശരിയായിട്ടുള്ള അറിവല്ലായിരുന്നു. എന്നാൽ അവന് ബോധം വന്നു. കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങള് ബോധം വന്നപ്പോൾ അവൻ കമണ് വീണ് കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. നമുക്കുള്ള അറിവ് എങ്ങനെയാണ്? ദൈവത്തിന്റെ വഴിയിലുള്ള അറിവാണോ? ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള അറിവാണോ? പ്രവൃത്തിയിലുള്ള കണ്ണിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കണം. കാണാൻ സാധിക്കാത്തതുകൊണ്ട് പലരും എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല.
കണ്ണിന്റെ പ്രവൃത്തിയാണ് കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാഴ്ചയാണ് പ്രവൃത്തിയുടെ പ്രധാന അടിസ്ഥാനം. കാണണം, എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്ത കാര്യം തെളിവായിട്ട് കാണണം. ദൈവത്തിന്റെ പ്രവൃത്തി കാണാനാണ് ആൾക്കാർക്ക് ആഗ്രഹമായിരിക്കുന്നത്. കണ്ണിന് കാണുന്നില്ല എങ്കിൽ അവർക്ക് വിശ്വാസമില്ല. എന്നാൽ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നവനല്ല. ഞാൻ രാവിലെ നിങ്ങളോട് സംസാരിച്ചല്ലോ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുകയില്ല. അതിന്റെ കാരണം, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് നിയമമാണ്. കാരണം അവൻ രാജാവാണ്. രാജാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് കൽപ്പനയാണ്, നിയമമാണ്. അതിൽ നിന്ന് മാറാൻ രാജാവിന് പോലും സാധിക്കാത്തത് കൊണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ദൈവത്തിന് തന്നെ നിയമമായി മാറും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിലും ദൈവം അവിടെ ഉണ്ട്, മറുപടി പറയാൻ വരികയില്ല. കണ്ണിന്റെ കാര്യമാണ് പ്രവൃത്തി, കാഴ്ചയുടെ കാര്യമാണ്. എന്നാൽ വഴി ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. ഹൃദയത്തിൽ നിന്നാണ് എന്ത് കാണേണ്ടത്? വഴി കാണേണ്ടത്. ദർശനമാണത്. ഇപ്പോൾ എന്തായിരിക്കുന്നു, ഇന്നെന്ത് നടന്നു, ഇന്നലെ എന്ത് നടന്നു, ഇപ്പോൾ എന്ത് നടക്കുന്നു, ഇതിലാണ് നമുക്ക് താല്പര്യം. പ്രവൃത്തി, ദൈവം ഒരു പ്രവൃത്തി ചെയ്യേ. ഇത് യഹൂദൻ ഈ പ്രവൃത്തി ചെയ്യാനെ കൊണ്ട് പറയുന്നത് ആരാണോ? സംശയാലുക്കളാണ്. യഹൂദന്മാര് കർത്താവിനോട് പറഞ്ഞത്, ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് നീ ഒരു പറ, ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് നീ ഒരു പ്രവൃത്തി ചെയ്യേ. നീ ക്രിസ്തുവിന്റെ ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. പ്രവൃത്തി കാണുന്നതായിരുന്നു ആരുടെ താല്പര്യം? യഹൂദന്റെ താല്പര്യം. യഹൂദൻ താല്പര്യം അതായിരുന്നു. അവൻ കാണണം. ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് നീ ഒരു പ്രവൃത്തി ചെയ്, നീ ക്രിസ്തുവിൽ ഇറങ്ങി വാ. സംശയാലുക്കളുടെ ഭാഗമാണ്, അവരുടെ വിശ്വാസമാണ് ഏത്? പ്രവൃത്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് ദൈവം തന്നോളൂ, ചെയ്തോളൂ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി മാത്രം നോക്കിയിരിക്കരുത്. ദൈവം പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ വഴിയെ നോക്കുമെന്ന് പറയുവാൻ തക്കോണം ദൈവം നമുക്ക് ഇടയായി തീരണം. ദൈവത്തിന്റെ വഴിയിൽ ഞാൻ പോകും, അവൻ എനിക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഇയ്യോബ് പറഞ്ഞതുപോലെ അവനെ അടിച്ചാലും അവനെ കൊന്നാലും ശരി, ഞാൻ അവന് വേണ്ടി ജീവിക്കും. ദൈവം പ്രവർത്തിച്ചോട്ടെ. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ വഴി ആവശ്യമായ കാര്യമാണ്. ഇപ്പോൾ എന്തായിത്തീരും അതാണ്, നാളെ എന്തായിത്തീരും അതാണ് വഴി. നാം ആരായി തീരുമെന്ന് കാണിക്കുന്നതാണ് വഴി. പ്രത്യാശയുടെ കിരണങ്ങളാണ് വഴി. ധൈര്യത്തിന്റെ അടിസ്ഥാനം വഴിയാണ്, പ്രവൃത്തിയല്ല. പ്രവൃത്തി കണ്ടവരെല്ലാം നശിച്ചു പോയിട്ടില്ല. എന്നാൽ നിലനിൽപ്പിന്റെ ശക്തിയാണ് എന്ത്? വഴി. നമ്മുടെ ജീവിതത്തിന്റെ ഇന്ധനമാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് ഓടുവാൻ, ശരിയായ രീതിയിൽ ഓടുവാൻ മായമില്ലാത്ത ഇന്ധനമാണ് വഴി. അത് നിങ്ങൾ മനസ്സിലാക്കും. പ്രവൃത്തി ഇന്ധനമല്ല, അത് നാശത്തിലേക്ക് പോകുന്നതാണ്. നമ്മുടെ വഴി എന്ന് പറയുന്നത് അത് പ്രത്യാശയുടെ വഴിയാണ്. ആ ഒരു കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും എന്താ സംഭവം അറിയാം? പ്രവൃത്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാം ഈ കാണുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ച പരിമിതപ്പെട്ടു പോകും. കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്തില്ല, നമുക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. നാം നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വിശ്വാസം. വേറെ വാക്കിൽ പറഞ്ഞാൽ നാം കാണുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ച പരിമിതപ്പെട്ടുകൊണ്ടിരിക്കും. കാഴ്ച വേണ്ടുന്നവർക്ക് ദൈവം വളരെ അകലെയായിരിക്കും. ദൈവം വളരെ അകലെയായിരിക്കുമ്പോൾ നമുക്ക് അവ്യക്തമായിട്ടേ കാണാൻ കഴിയത്തുള്ളൂ. അതിന് യഥാർത്ഥമായിരിക്കുന്ന വലിപ്പം കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ വേളിയിൽ ഇവിടെ പോകുന്ന പ്ലെയിന് എന്താ വലിപ്പം നമുക്ക് കാണുന്നുള്ളൂ? ഏകദേശം അത്ര വലിപ്പത്തിൽ കാണുന്നുള്ളൂ, അത്രേ ഉള്ളൂ.
ആ എയർപോർട്ടിൽ നോക്കണം അതിന്റെ വലിപ്പം കാണണമെങ്കിലേ. അപ്പൊ അടുത്ത് എന്ന് കാണുമ്പോൾ, അടുത്തറിയുമ്പോൾ അതിന്റെ വലിപ്പം മനസ്സിലാക്കുന്നു. എന്നാൽ ആ പ്ലെയിൻ തന്നെയാണ് ഇത് പോകുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിനത് ചെറുതായി പോയതിന്റെ കാരണം ദൂരം കൂടുതലാണ്. ദൂരം നമ്മുടെ കാഴ്ചയെ മറയ്ക്കും, നമ്മുടെ കാഴ്ചയെ ചെറുതാക്കും. ദൈവത്തിൽ നിന്ന് അകത്തു പോകും തോറും, അകലം കൂടും തോറും കാര്യങ്ങൾ അവ്യക്തമായിട്ട് കാണുകയുള്ളൂ, ചുരുക്കമായിട്ടേ കാണാൻ സാധ്യമാകുള്ളൂ. എന്നാൽ നാം കാണുന്നതിനനുസരിച്ച് കാഴ്ച പരിമിതപ്പെടുമെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യമാണ് വഴിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പ്രവൃത്തി എന്നെങ്കിൽ വരുവാനുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് വഴി. ഇപ്പോൾ എന്ത്, ഇന്നെന്ത്, അതാണ് പ്രവൃത്തി. ഇപ്പോൾ എന്ത്, അതാ പ്രവൃത്തി. എന്നാൽ നാളെ എന്ത്, അതാണ് വഴി. ദൈവത്തിന്റെ മനസ്സിനെ ആരറിയുന്നില്ല. ദൈവത്തിന്റെ മനസ്സിനെ ആരായുന്നവൻ ആര്? അവനാണ് മിടുക്കൻ, അവനാണ് ബുദ്ധിമാനായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ അത് മറയ്ക്കപ്പെടാതെ. ഒരു വാക്യം വായിക്കാം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78 സങ്കീർത്തനത്തിന്റെ 11 വാക്യം. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് ചെയ്യാം? അത് മറക്കപ്പെടാം. നമുക്ക് മറന്നു പോകാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രയോ നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ട്, അല്ലേ? ദൈവം ചെയ്ത എത്രയോ നന്മകളുണ്ട്. ഇന്ന് ചെയ്ത ഒരു നന്മ പറ, ഇന്ന് ചെയ്തൊരു നന്മ പറ. നിങ്ങൾ പറയാൻ തുടങ്ങിയ ഒരു 10-15 എണ്ണമെങ്കിലും പറയാം, അത് കൂടുതലൊക്കെ പറയാം. ഒന്നും അറിയത്തില്ല. ഒരു നന്മ പറ, ദൈവം ചെയ്ത ഒരു നന്മ പറ. ഇന്ന് രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് തന്നെ ഒരു നന്മയാണ്. ചിലര് ഉറങ്ങി കിടന്നവർ അതുപോലെ രാവിലെ കിടപ്പുണ്ട്, കേട്ടില്ലേ? അല്ലേ? രാത്രി ഉറങ്ങാൻ കിടന്നതാ, എങ്ങനെ ഉറങ്ങിയോ അതുപോലെ തന്നെ രാവിലെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങള് ആ രാവിലെ 6 മണിക്കോ 5 മണിക്കോ ഉണർന്നുള്ള ഒരു നന്മയാണോ? അതൊരു നന്മയാ. പ്രവർത്തികൾ മറക്കപ്പെടാം. എന്നാൽ എന്താണ് നമ്മളുടെ ദൈവത്തിന്റെ വഴി? അത് എന്നും ശാശ്വതമായിരിക്കുന്ന കാര്യമാണ്. 106 സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. 106 സങ്കീർത്തനത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ഓക്കെ, മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. 106 സങ്കീർത്തനത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. ഓക്കെ, അതിന് 13ാമത്തെ വാക്യം നോക്കിയേ. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവർത്തികളെ മറന്നു. ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രവർത്തികളെ വേഗത്തിൽ മറന്നു. അവന്റെ ആലോചനയ്ക്ക് അവർ കാത്തിരുന്നില്ല. അതിന് 22ാം വാക്യം ഒന്ന് വായിച്ചേ. 22ാമത്തെ വാക്യം. നോക്കിയേ. ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളെയും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ രീതിയിൽ ദൈവത്തെ മറക്കുകയും ദൈവം ചെയ്ത പ്രവർത്തികളെ മറക്കുകയും ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? 24-25 വാക്യങ്ങൾ.
മതി. നോക്കിയേ, അവരെന്ത് ചെയ്തു? അവർ പ്രവർത്തിക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ മനോഹര ദേശത്തെ അവര് നിരസിച്ചു. അവർക്ക് എന്ത് മതിയായിരുന്നു? വഴി വേണ്ട, എന്ത് മതി? പ്രവൃത്തി മതി. അതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത ദേശത്തെ അവർ നിരസിച്ചു. അവരുടെ വചനത്തെ അവർ വിശ്വസിച്ചില്ല. അവർ കൂടാരങ്ങളിൽ ഇരുന്നുകൊണ്ട്, അവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് പിറുപിറുത്തു. ഞാൻ എത്ര കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, നമ്മളും അത് തന്നെയാണ്. എത്ര കാലം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി, എന്റെ രോഗസത്യത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, ദൈവം കേൾക്കുന്നില്ലയോ? പിറുപിറുക്കുകയാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ മരുഭൂമിയിൽ ഉഴലുമാറാക്കി. എന്തിനായി മരുഭൂമിയിൽ ഉഴലുമാറാക്കിയത്? ഇതിനൊറ്റയൊരെണ്ണം കയറിപ്പോകരുത്. ആ തലമുറ, ഒരു തലമുറയുടെ, ആ ഇറങ്ങി വന്ന തലമുറയുടെ ആയുഷ്കാലം 40 വർഷമാണ്. ആ 40 വർഷവും ഈ മരുഭൂമിയിൽ ദൈവം അവരെ 30 ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 40 വർഷം ദൈവം അവരെ മരുഭൂമിയിൽ ചുറ്റിച്ചതിന് കാരണം 40 വർഷം കൊണ്ട് ഒരു തലമുറ നശിച്ചു ഇല്ലാതായി പോകും. അത് ദൈവം കണ്ടു. അതിന് അവൻ കാര്യങ്ങൾ ചെയ്തു. ആരും കയറിയില്ല, 2 പേരൊഴികെ. നമുക്കതറിയാം. ഒരു പുതിയ തലമുറയാണ് പിന്നെ കയറിയത്. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചവരെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നോക്കിയേ, ദൈവത്തെ അടുത്തറിയാനുള്ള ഒരു അറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അബ്രഹാം ദൈവത്തിന്റെ വഴി അറിഞ്ഞു. അബ്രഹാം ദൈവത്തിന്റെ വഴി അറിഞ്ഞു. അതവന് നീതിയായി കണക്കിട്ടു. ദൈവിക പ്രവൃത്തി അബ്രഹാം കണ്ടു. ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ വചനം തന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, നാം ദൈവത്തെ എങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്? ദൂരവേ നിന്നുള്ള അറിവാണോ? പ്രവൃത്തി കണ്ടിട്ടുള്ള അറിവാണോ? നാം പരാജയപ്പെട്ടു പോകും. എന്നാൽ അവനെ അടുത്തറിഞ്ഞ്, ഞാൻ അവനെ അടുത്തറിഞ്ഞു, അവൻ എന്നെ അടുത്തറിഞ്ഞു എന്നുള്ള ബോധം നമുക്കുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അറിവിന് പ്രത്യേകത ഉണ്ടാകും. അത് വഴി അറിയുന്നതാണ്. വഴി അറിയാത്ത കുരുടന്മാരെ പോലെ പോകരുത്. വഴി അറിയാത്ത കുരുടന്മാരുടെ പുറകെ നാം പോകരുത്. അവരെന്ത് ചെയ്യും? അവർ നമ്മളെ കുഴിയിൽ കൊണ്ട് ചാടിക്കും. വഴി അറിയുന്നവന്റെ കൂടെ പോകണം. എങ്കിൽ മാത്രമേ എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിൽ ക്രമപ്പെടുത്തിക്കൊണ്ട്, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാ പോരായ്മകളും, എല്ലാ കുറവുകളും ക്ഷമിച്ച്, നിന്നെ ദുഃഖിപ്പിച്ച എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച്, ഞാൻ എൻ്റെ ആയുസ്സുള്ള കാലത്ത്, ഇനിയുള്ള എൻ്റെ ആയുഷ്കാലത്ത് നിന്റെ ആത്മാവെന്റെ ഹൃദയത്തിൽ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് തടസ്സമായിരിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം വസിക്കുന്നെങ്കിൽ മാത്രമേ നാം നിത്യത ചെയ്യുകയുള്ളൂ. ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ വിശുദ്ധന്മാരെ മാത്രമേ കേട്ടിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? പാപത്തിന്റെ ഒരു കണിക സ്വർഗത്തിൽ ഒക്കുകയില്ല. പാപത്തിന്റെ ഒരു കണിക, മുട്ടുസൂചിയുടെ മുലയുടെ അത്രയും പാപം ദൈവം സ്വർഗത്തിൽ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നാം സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് നാം ഒരു കാര്യം ഓർക്കണം. നമുക്ക് മുട്ടുസൂചിയുടെ അത്രയും പാപമൊന്നും അല്ല, തൂമ്പാക്കണക്കിന് പാപം നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇതും വെച്ചോണ്ടാ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. നാളെ ഞാനിപ്പോ ചത്താലങ്ങ് പോകുമെന്ന് പറഞ്ഞിരിക്കുക. പോവുകയില്ല. കാരണം ദൈവത്തിന് അതാ, നിന്റെ പാപത്തിൽ നീ മരിച്ചാൽ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ആ മരണം നമുക്കുണ്ടാകരുത്. കാൽവരി ക്രൂശിൽ നമുക്കറിയാം, കർത്താവിന് ഇടത്തും വലത്തുമായിട്ട് 2 കള്ളന്മാർ മരിച്ചത് നമുക്കറിയാം. അവിടെ 3 തരത്തിലുള്ള മരണമാണ് നടക്കുന്നത്. എന്താണ്? ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു അടുത്ത് കിടക്കുകയാണ്. അവൻ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ മറ്റവനും അതുപോലെ അടുത്ത് കിടക്കുകയാണ്. അടുത്ത് കിടന്നിട്ട് അവൻ എന്ത് ചെയ്തു? നിന്നെ തന്നെ രക്ഷിക്ക,
അതിനുശേഷം ഞങ്ങളെ കിടക്കെ രക്ഷിക്ക, നീ ദൈവപുത്രനല്ലയോ എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്തു? അവനെ അവഹേളിച്ചു. അപ്പോൾ രണ്ട് കള്ളന്മാരും കർത്താവും മരിച്ചു. എങ്ങനെയുള്ള മരണമാ? കർത്താവിനോട് പറഞ്ഞത്, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് എന്താണ്? അവനവന്റെ പാപത്തിന് മരിച്ചു. പാപത്തെ ഏറ്റുപറഞ്ഞ് മരിച്ചു. അവന് സൗഭാഗ്യമുണ്ടായി. അടുത്ത് കിടന്നവനോ പാപത്തിൽ മരിച്ചു, നിത്യശാപത്തിലേക്ക് പോയി. നടുക്ക് കിടന്നവനോ പാപികൾക്ക് വേണ്ടി മരിച്ചു. 3 തരത്തിലുള്ള മരണമാണ്. പാപികൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു. ലോകത്തിൽ പിന്നെ 2 ടൈപ്പിലുള്ള മരണമാണ്. ഒന്ന്, പാപത്തിനെ മരിച്ചു, പാപത്തെ ഏറ്റുപറഞ്ഞ് പാപത്തിന് മരിക്കുക. രണ്ടാമത്തെ മരണം, പലരും പാപത്തിൽ മരിച്ചു. ക്രൂശിന്റെ ചുവട്ടിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ മാത്രം കിടന്നിട്ടും അവന്റെ മുഖം കണ്ടിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നും ആ മനുഷ്യൻ നേരെ നരകത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. അന്ന് രാവിലെ സമയം ഈ 2 കള്ളന്മാരും ഒരുപോലെയാണ്. ഈ 2 കള്ളന്മാരും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരാണ്. അവർ ദുർമാർഗികളാണ്. 2 പേരുടെയും പേര് കള്ളൻ എന്നാണ്. വേറെ പേരൊന്നും യോഗ്യതയൊന്നുമില്ല. 2 പേർക്കും ഒരേ യോഗ്യത. 2 പേർക്കും മരണശിക്ഷ യോഗ്യത. 2 പേർക്കും ഒരേ രീതിയിലുള്ള കാര്യമാണുള്ളത്. എന്നാൽ അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ, ഉച്ചയാറായ ആയപ്പോൾ 12 മണി നേരത്തിന് മുമ്പേ, ഈ രാവിലെ മുതൽ അതുവരെ ഉണ്ടായിരുന്ന സമയത്തെ ഒരുവൻ എങ്ങനെയായിരുന്നോ അതിനെല്ലാം മാറ്റം വന്ന് നിത്യസൗഭാഗ്യത്തിലേക്ക് അവൻ ചേർക്കപ്പെട്ടു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അവന് സംഭവിക്കുന്നത് പോലെ സംഭവിക്കാവുന്ന അടുത്ത് കിടന്നവൻ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നും രക്ഷകനെ കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ നിന്നും നേരെ നരകത്തിലേക്ക് പോയി. നാം ഒരു കാര്യം ഓർക്കണം. പലർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യം, സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുത്തുവരെയും ചെന്നിട്ട് അതിനുള്ളിലുള്ള കാര്യങ്ങൾ കാണാമെന്നുള്ളതല്ലാതെ പ്രവേശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നേരെ തിരിച്ചുവിടും, ചവിട്ടിപ്പുറത്താക്കുന്ന. നമ്മുടെ നിത്യത നാം തന്നെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ഇന്ന് വന്നാൽ നമ്മുടെ നിത്യത എവിടെയാണ്? ഇന്ന് കർത്താവ് വന്നാൽ, ഈ നിമിഷം വന്നാൽ എത്ര പേര് പോകും കർത്താവിനോട് കൂടെ? നിങ്ങൾക്ക് പ്രവൃത്തി മാത്രം മതിയോ? വഴിയറിയണ്ടേ? വഴിയറിയണം. നെഞ്ചത്ത് കൈവെക്കണം. ഞാൻ കൈവെക്കാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പില്ല എങ്കിൽ എന്തോ പന്തികേടുണ്ട് നിങ്ങളുടെ ജീവിതത്തില്. എന്നോട് ചോദിച്ചില്ലേ, ഞാൻ പറയാം. ഉറപ്പില്ല എങ്കിൽ ആ ഉറപ്പ് ആവശ്യമാണ്. എന്നാണ് മരണം നമ്മളെ പിടിക്കുന്നത് നമുക്കറിയാം. മരണം നിശ്ചയം, സമയം മാത്രമേ ഉള്ളൂ നിശ്ചയമില്ലാത്തത്. ഏത് സമയം മരണം നമ്മളെ പിടിക്കാം. ആരോഗ്യമുണ്ടെന്നും പറഞ്ഞ് നടക്കൊന്നും വേണ്ട. എല്ലാം സ്വസ്ഥമാണ്, ക്ലിയർ ആണെന്ന് പറഞ്ഞ് നടക്കണ്ട. ഞാൻ ഇനി കുറെ കാലം കൂടി ജീവിച്ചോളൂ എന്ന് പറയണം. സാധ്യമല്ല. സകലമാന വൈദ്യശാസ്ത്രങ്ങളുമുള്ള മൈക്കിൾ ജാക്സൺ, എത്ര ഡോക്ടർമാരായിരുന്നു അദ്ദേഹത്തെ ചികിത്സിക്കാൻ? എത്ര ഡോക്ടർമാരാണ് അദ്ദേഹത്തിന് വേണ്ടി ആഹാരം നോക്കാൻ, അദ്ദേഹത്തെ നോക്കാൻ? അദ്ദേഹത്തിന്റെ പല്ലിന് വരെ എത്ര ഡോക്ടർമാരാ പല്ല് വരെ നോക്കാനെ കൊണ്ട്? കോടിക്കണക്കിന് രൂപ മാസം തോറും ആരോഗ്യത്തിന് വേണ്ടി കൊടുത്തതാണ്. 45 വയസ്സ് തികച്ചില്ല. ഏത് സമയം മരണം നമ്മെ പിടിപ്പെടാം. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് മാത്രം ജീവിക്കാൻ പാടില്ല. അവന്റെ വഴി, അവന്റെ കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആ വഴി നിങ്ങൾക്കറിയാമോ? വഴിയാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അവനെ യഥാർത്ഥമായി പിൻപറ്റുന്നുണ്ടോ?
നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ടോ? ദൈവത്തിന്റെ വചനത്തെ പഠിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടോ? ലോകത്തിൽ മറ്റു പല കാര്യങ്ങൾ നാം ക്രമപ്പെടുത്താറുണ്ട്. നമ്മുടെ ഹെയറൊക്കെ നല്ലോണം ക്രമപ്പെടുത്തും, ഡ്രസ്സൊക്കെ നല്ലോണം ക്രമപ്പെടുത്തും, നമ്മുടെ വീടൊക്കെ ഭംഗിയാക്കും. നമ്മളെ തന്നെ നമ്മൾ ഭംഗിയാക്കാറുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ കഴുകിക്കളയാറുണ്ടോ? നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ അഴുക്കിടുന്ന അന്നേ നമ്മൾ തുടച്ചു മാറ്റും, അല്ലേ? അത്രമാത്രം പ്രാധാന്യം പോലും ജീവിത വിശുദ്ധിക്ക് നമ്മൾ കൊടുക്കാറില്ല. വിശുദ്ധിയോട് നിഷ്കളങ്കതയോടും കൂടി ദൈവത്തിന് മുമ്പാകെ വസിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളോട് സംസാരിപ്പതക്കൊണ്ട് ദൈവം ഇടയാക്കിയ അവന്റെ വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ ഒരു സാവകാശം എനിക്ക് ഒരുക്കി തന്ന സഭയോടും നിങ്ങളുടെ പ്രിയ ദൈവദാസനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ മടങ്ങിപ്പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തർ സഹായിക്കട്ടെ. ഓരോരുത്തർ തിരിച്ചോറും ദൈവത്തിന്റെ കൃപയുണ്ടാകുന്നതിന് ദൈവം നിങ്ങൾ എന്നെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും കടന്നു വന്ന് കാണുവാൻ ദൈവം സഹായിക്കട്ടെ.